മത്സരയോട്ടത്തിലാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയാവാൻ എന്നുള്ളതാണ് ചോദ്യം. മത്സരയോട്ടത്തിലാണ്. അതിൽ എന്തെങ്കിലും തെറ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം അതൊരു കേഡർ പാർട്ടിയൊന്നുമല്ല. അത് ഇങ്ങനെ തന്നെയാണ്. നേതാക്കളും നേതാക്കൾക്കൊപ്പമുള്ള പ്രവർത്തകരും ഒക്കെ അവരവരുടേതായ നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രിഫറൻസ് അറിയിക്കും. ഇവിടെ 3 പേർ മത്സരിക്കാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, 3 മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. സമുദായ നേതാക്കൾ പറയുന്നത് 2 പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് അനുഭവ സമ്പത്ത്, മറ്റൊന്നാണ് സീനിയോറിറ്റി. ഇതാണ് NSSൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. SNDPയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണവും KC വേണുഗോപാലിനെ തുണച്ചുകൊണ്ടുള്ള വിജയശില്പിയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇന്ന് ഈ ഇലക്ഷനിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞ എൻ്റെ നിലപാടുണ്ട്. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ മാനേജറായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെൻറ്ററായിരുന്നു KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ആസാമിലേക്ക് പണം ഒഴുക്കാത്തത്. ആസാമിലേക്ക് പണം ഒഴുക്കി. പക്ഷേ പ്രശ്നം എന്താ? ആസാമിൽ പോയിട്ട് KC വേണുഗോപാലിന് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ മൊത്തം BJP തൂത്തുപറക്കിക്കൊണ്ടു പോകുന്ന സമയമാണ്. അവിടെ അതിന് ചുമതലയേൽപ്പിച്ചിട്ടൊരു നേതാവുണ്ടായിരുന്നു, ഈ ഗോഗോയിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. അനാവശ്യമായ വിവാദം ഉയർത്തി അവിടെ അത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ കേരളത്തിലേക്ക് വളരെ കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇറങ്ങിയത്. അതിൽ KC വേണുഗോപാലിൻ്റെ റോൾ തള്ളിക്കളയാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ ഓഫ് കോഴ്സ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനായതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് 1ാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്ന കപ്പാണ് എന്നൊന്നുമില്ല. പകരം VD സതീശന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 61 വയസ്സുണ്ട്. 63 വയസ്സുണ്ട് KC വേണുഗോപാലിന്. 69 വയസ്സുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. ഇതിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 നേതാക്കൾക്കും എന്താണ് അയോഗ്യത എന്ന് ചോദിക്കും. ഫസ്റ്റ് അയോഗ്യതയായിട്ട് പറയുന്നത് എന്താ? ഇദ്ദേഹം നിയമസഭയിലേക്ക് ഇപ്പോൾ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ, നിയമസഭയിൽ വരേണ്ട കാര്യമില്ലല്ലോ, കേന്ദ്രത്തിൽ നിൽക്കുകയല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ഇതേ KC വേണുഗോപാലിനെ എങ്ങനെയാണ് നിയമസഭാംഗമായിരിക്കുന്ന സമയത്ത് ലോക്സഭാംഗമാക്കിയത്? അന്ന് ലോക്സഭാംഗമാക്കാമായിരുന്നു. 2006 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് 2009 1ാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുശേഷം 2009 ഇദ്ദേഹത്തെ ലോക്സഭയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലോക്സഭയിലെത്തി അദ്ദേഹം അവിടെ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ അന്ന് നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് KCയെ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രം നേരത്തെ മാധു പറഞ്ഞതുപോലെ കഴക്കൂട്ടത്തും തിരൂരങ്ങാടിയിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ISRO ചാരക്കേസിന് ശേഷവും സാക്ഷാൽ AK ആന്റണി തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ തോൽക്കുകയും സുശീല ഗോപാലൻ മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ EK നായർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ 3 ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ KCക്ക് നിലവിൽ MP സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച KCയെ അവിടെ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചരിത്രവും കീഴ്വഴക്കവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു അയോഗ്യതയൊന്നുമല്ല, നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുമ്പോൾ പാർലമെന്റ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭാ കക്ഷി നേതാവാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികരൊപ്പം ഉണ്ടാവണം. നിലവിൽ സാങ്കേതികമായി നിയമസഭാ സമാജികർ ഏറ്റവും കൂടുതലുള്ളത് KCക്കൊപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? KC അധികാര സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് KCയെ ഭയന്നുകൊണ്ടാണ് ഈ MLA മാർ KCക്ക് അനുകൂലമായിട്ട് പറയാൻ സാധ്യതയുള്ളത്. വേണ്ട, KC നാളെ ആവുന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് ഇവർ പറയാത്തത് എന്താ? രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് പറയാത്തതിൻ്റെ കാര്യം രമേശ് ചെന്നിത്തല ആവാൻ സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാതെ KC ഈ കളിക്ക് നിൽക്കുമെന്ന്? രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാതെ രാഹുൽ ഗാന്ധി ഇതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന എല്ലാ പ്രചരണങ്ങളും കഴിഞ്ഞ് MLA മാരുടെ ഭാഗത്തുള്ള അലൈൻമെൻറ്റും എല്ലാം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി KCയോട് പറയുകയാണ്, താങ്കൾ ഇപ്പോൾ ആവണ്ട, അതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും KCയുടെ അവസ്ഥ? KC ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും രാഹുൽ ഗാന്ധിയെ അറിയിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് കോമൺ സെൻസ് ഉള്ള ആർക്കും ബോധ്യമാവാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ നിരീക്ഷകർ വന്നിരിക്കുന്നത് അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ, ആ വാക്കാണ് KC വേണുഗോപാൽ പറഞ്ഞത്, വ്യവസ്ഥാപിതമായ രീതിയിലാണ് പാർട്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. എന്താ വ്യവസ്ഥാപിതമായ രീതി? കേന്ദ്ര നിരീക്ഷകരെ അയച്ചു. 2 നിരീക്ഷകരാണ്. നിരീക്ഷകരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. പക്ഷേ ദീപദാസ് മുൻഷിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം VD സതീശനുണ്ട്. അതുകൊണ്ട് VD സതീശൻ MLA മാരെ കാണുന്ന സമയത്ത് ദീപദാസ് മുൻഷി ഉണ്ടാവരുതെന്ന് പറഞ്ഞു. നിരീക്ഷകർ 2 പേരും മുഗൾ വാസ്നിക്കും അജയ് മാക്കനും തങ്കപ്പെട്ട നേതാക്കളാണ്. 3 പേരെ സംബന്ധിച്ചും അവരെക്കുറിച്ച് എതിരഭിപ്രായം ഇതുവരെയില്ല. നാളെ ഇവർ ഓരോ നേതാക്കളെയും കാണും. 43 മുതൽ 48 വരെ MLA മാർ KCയുടെ പേര് നാളെ പറയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൽ കുറച്ച് നേതാക്കളുമായിട്ട് കുറച്ച് MLA മാരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, KC ആകേണ്ടതാണ്. ഒന്ന്,
KC-യുടെ കേന്ദ്രത്തിൽ ഇത്രയും കാലം ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടിരുന്നു. ഇനി ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC-ക്ക് കേരളത്തിലേക്ക് മടങ്ങിയേ മതിയാവൂ. അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പുതിയ നേതാക്കളെ കൊണ്ടുവരണം. ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ മറ്റാൾക്കാരെ കൊണ്ടുവരേണ്ട സമയമാവുന്നു. ഇത് ആ ഘട്ടത്തിൽ KC കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ KC ഇതുവരെ സെർവ് ചെയ്തത് അത്ര മോശം കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 44 സീറ്റാണ് KC വേണുഗോപാൽ ഇവിടെ നിന്ന് ലോക്സഭയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ചുമതലയുമായിട്ട് നോക്കൂ. അന്ന് 44 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയിൽ നിന്ന് ഇതേപോലെ തെക്കും വടക്കും ഒക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടന്ന് ഛോഡോ യാത്രയടക്കം നടത്തി. അതിന്റെയൊക്കെ ജോഡോ യാത്ര നടത്തിയതിനു ശേഷം അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നോക്കൂ. അതിന്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാ? അതിന് പിന്നിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി അതിനകത്ത് KC-യുടെ പങ്കുണ്ടെന്ന് ആർക്കാ അറിയാത്തത്? അപ്പൊ KC അതിനകത്ത് അയോഗ്യനാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. KC-ക്ക് സ്വാഭാവികമായും ദേശീയ തലത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഇന്നിപ്പോൾ പാർട്ടിയെ അഭിമാനാർഹമായ തലത്തിൽ ഒന്നുമല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലുണ്ടല്ലോ കോൺഗ്രസിന്, ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ കണ്ടു. മറ്റ് നിയമസഭകളിൽ നിങ്ങൾ KC-യെ ചുമതല ഏൽപ്പിച്ചതാണ് പരാജയത്തിൻ്റെ കാരണം. ഇപ്പോൾ രാജസ്ഥാനിൽ പോയിട്ട് KC-ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാലോചിക്കുക. മധ്യപ്രദേശിൽ പോയിട്ട് KC-ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കേരളത്തിൽ ഹോം ടൗണിൽ നോക്കൂ, സ്വപ്നതുല്യമായ വിജയമല്ലേ കൊടുത്തിരിക്കുന്നത്. 1960 ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണ്. 1960 ശേഷമാണ് കോൺഗ്രസ് ഇത്രയും അധികം 65 സീറ്റ് അല്ലേ 66 സീറ്റുകളിലേക്ക് എത്തുന്നത്. ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഓരോ സംസ്ഥാനത്തെയും ചുമതലയുണ്ട്. ഇവിടെ ദീപദാസ് മുൻഷിക്ക് കൊടുത്തതുപോലെ ഓരോരുത്തർക്കും കൊടുത്തു. ഇവിടെ ഹോം ടൗൺ ആയതുകൊണ്ട്, ഹോം സ്റ്റേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഫീൽഡ് പരിചയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിസ്മയത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ചില നേതാക്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ 3 വിസ്മയങ്ങൾ, പ്രധാനപ്പെട്ട വിസ്മയങ്ങൾ, നമ്മൾ വിസ്മയം എന്ന പേര് VD സതീശൻ കൊടുത്തതാണെങ്കിലും ആക്ച്വലി വർക്കൗട്ട്. കർണാടക വിജയിപ്പിച്ചു. കർണാടക എങ്ങനെ ചെയ്ത്? തെലങ്കാന എങ്ങനെയാ? എങ്ങനെയാണ് ഫീൽഡിൽ കളിക്കാൻ നിങ്ങൾക്കൊരു പ്ലെയർ ഉണ്ടെങ്കിൽ, അവിടെ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഉള്ളതുപോലെ നിങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ അവിടെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ വിസ്മയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, VD സതീശനാണ് വിസ്മയം എന്ന പേര് തന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിസ്മയം ആരാണ് കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലപ്പുഴയിൽ G. സുധാകരനെ ഒപ്പം നിർത്താൻ ശ്രമിച്ച നേതാവാരാ? VD ആണോ? ഈ പറയുന്ന KC തന്നെയാണ്, സംശയമൊന്നുമില്ല. ആലപ്പുഴയിൽ ഈ പറയുന്ന AD തോമസിനെ വിജയിപ്പിച്ചെടുക്കാൻ കാണിച്ച ബുദ്ധി 100% അത് KC-ക്ക് അവകാശപ്പെട്ടതാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് AD തോമസ് ആദ്യമേ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. ദെൻ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായിരിക്കുന്ന വിസ്മയങ്ങൾ, TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും വിസ്മയങ്ങൾ, അതിന് ചുക്കാൻ പിടിച്ചതും KC-യാണ്. യഥാർത്ഥത്തിൽ ഇനി തിരിച്ചുള്ളൊരു വിസ്മയമുണ്ട്. PK ശശി ഒറ്റപ്പാലത്തിരിപ്പുണ്ട്. അപ്പോൾ വിസ്മയങ്ങൾ എന്ന പേരിലല്ല, വിസ്മയങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്ട്രാറ്റജിയും KC-യുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സംസാരിക്കുന്ന നേതാക്കളിലും ഈ പറയുന്ന MLA-മാരിലും ചില പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ഏകദേശം KC-ക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാക്ച്വലായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ വളരെ നിർജീവമായി കിടന്ന ഒരു സംഘടനയെ ഈ സംസ്ഥാന തലത്തിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്കും പുറത്തും നിന്നുകൊണ്ട് നേതൃത്വം നൽകിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്ന് തന്നെ, ഒരു സംശയം വേണ്ട. ആ VD സതീശൻ നടത്തിയ ആ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രിസിഷനോടുകൂടിയാണ് അത് നടത്തിയിരിക്കുന്നത്. വളരെ ക്ലിനിക്കൽ പ്രിസിഷനോട് നടത്തിയ നീക്കവും അവിടെയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ മികച്ച സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരുപക്ഷെ ധനകാര്യമന്ത്രിയോ ഈ ആസൂത്രണ മികവ് അദ്ദേഹം കാണിക്കേണ്ടത് കേരളത്തിൻ്റെ തകർന്നിരിക്കുന്ന സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ വകുപ്പായിരിക്കും കിട്ടാൻ പോകുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് MLA-മാരുടെ എണ്ണം എടുത്താൽ 5 ഉള്ളൂ. ഘടകകക്ഷികളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ഘടകകക്ഷികളുടെ കാര്യത്തിലുള്ള അഭിപ്രായം പരിഗണിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഒരു ചരിത്രം കോൺഗ്രസിനില്ല. ഘടകകക്ഷികൾ മാത്രം പറഞ്ഞ് അങ്ങനെയല്ലല്ലോ കോൺഗ്രസ് ഇത്രയും അധികം സീറ്റ് കിട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനൊരു സ്വതന്ത്ര തീരുമാനമുണ്ട്. ആ സ്വതന്ത്ര തീരുമാനം ആരെയാണോ ഏൽപ്പിക്കുന്നത് അതായിരിക്കും. മറ്റൊന്ന് RC ആണ്, സീസൺ ഫോർ ഓൾ ലീഡർ എന്ന് സീസൺ എന്നാണ് ഞാൻ പറയുന്നത്. ലീഡർ ഫോർ ഓൾ സീസൺ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല. എല്ലാ സീസണിലും രമേശ് ചെന്നിത്തലയുടേതായ ഒരു ക്യാച്ചുണ്ട്. ഇപ്പോഴും 10-24 MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുണ്ട്. എണ്ണത്തിൽ മാത്രമല്ല കാര്യം, അദ്ദേഹത്തിൻ്റെ പക്വതയാർന്ന പെരുമാറ്റം അത് തന്നെയാണ് ഇന്നിപ്പോൾ വിവിധ സമുദായ നേതാക്കളും എല്ലാവരും എതിരഭിപ്രായം ആ രീതിയിൽ വരാത്ത ഒരു നേതാവാണ്. വളരെ സൗമ്യനാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ്. എന്താണ് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ 2021 മുഖ്യമന്ത്രിയുമാണ്. നിർഭാഗ്യവശാൽ അതെല്ലാം കൂടി ഈ രമേശ് ചെന്നിത്തലയുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തു. നോക്കൂ, അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിയ വിഷയങ്ങൾ അതിൻ്റെ തുടർച്ചയെന്ന നിലയിലല്ലേ VD സതീശൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച വിഷയങ്ങളിൽ എത്ര വിഷയത്തിലാണ് കോടതിയിൽ VD സതീശൻ തോറ്റുപോയത്?
എത്ര വിഷയത്തിലാണ് ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ നടത്തിയതും പിന്നീട് കോടതിയിൽ നടത്തിയ പോരാട്ടത്തിലും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് കോടതിയിൽ നിന്നുള്ള പരാമർശം ഏൽക്കേണ്ടി വന്നിട്ടില്ലേ വി ഡി സതീശന്? രമേശ് ചെന്നിത്തലയ്ക്ക് ചുരുങ്ങിയ പക്ഷം കേസ് തോറ്റുപോയി എന്നല്ലേ ഉള്ളൂ. സ്പ്രിംഗ്ലറിന്റെ വിഷയമാണെങ്കിലും ശരി, മറ്റു വിഷയങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം സഭയിൽ ഉയർത്തുന്നതിൽ വി ഡി സതീശനോടൊപ്പം തന്നെ അക്കാലത്ത് രമേശ് ചെന്നിത്തലയും മുന്നിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ ഈ മൂന്ന് നേതാക്കളെ നോക്കിയാലും രമേശ് ചെന്നിത്തലയുടെ എക്സ്പീരിയൻസ്, ട്രാക്ക് റെക്കോർഡ് ഉയർന്നു തന്നെയാണ്. ഒരു കാര്യത്തിലും നമുക്കതിനകത്ത് സംശയമില്ല. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ലീഡറിന്റെ കാലത്ത് അദ്ദേഹം നന്നേ ചെറുപ്രായത്തിൽ തന്നെ മന്ത്രിയായ സാഹചര്യത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഏകദേശം കോൺഗ്രസ് തീരുമാനിച്ച മട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ നടക്കാൻ പോകുന്നത് ഒരു പ്രൊസീജിയറലായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് മാത്രമായിരിക്കും. ഇനി അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള വലിയ ജനവികാരം വി ഡി സതീശന് വേണ്ടിയിട്ട് ഇളകി വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭാഗത്ത് വി ഡി സതീശൻ ഒരു പോപ്പുലറായിട്ടുള്ള ഹീറോയാണ്, ഒരു വിഭാഗത്തും വളരെ ശക്തമായ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ കേരളത്തിലെ MLA-മാർ ഇപ്പോഴും വളരെ കൃത്യമായൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതിലൊരു ഭൂരിപക്ഷവും KC-ക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ നടക്കാൻ പോകുന്നതും അതായിരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി മത്സരിക്കാൻ അവസരം കിട്ടുമായിരുന്നല്ലോ എന്ന ചോദ്യം ചില MP-മാർ ഇതിന് ശേഷം ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കേണ്ട ആദ്യത്തെ ആളാരാണ്? സുധാകരനാണ്. സുധാകരൻ നിലവിൽ KC വേണുഗോപാലിന് പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ മുതിർന്ന നേതാക്കളുടെ ചില പിന്തുണയും നിലവിൽ KC വേണുഗോപാലിനോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് നിലവിലത്തെ സാഹചര്യം. മത്സര ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിൽ അല്പം മുമ്പിൽ KC വേണുഗോപാലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇനി ഒരു സാധ്യതയുള്ളത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അങ്ങനെയും ആവാം. 60-ൽ ശങ്കറിനോടൊപ്പം ഉപമുഖ്യമന്ത്രി, പട്ടംനാട് പിള്ളയ്ക്കൊപ്പം ശങ്കർ ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്ന ചരിത്രമുണ്ട്. പക്ഷേ അന്നൊരു കുഴപ്പമുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പം പട്ടംനാടുകളിലേക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. എന്നാലും ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഇതൊരു വലിയ വിഴുപ്പലക്കലിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് 1-2 ദിവസത്തിനുള്ളിൽ ഇത് അവസാനിക്കും. 10-ാം തീയതിയോടുകൂടി കാര്യങ്ങൾ, 9-ാം തീയതിയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചിത്രം തെളിയും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. മത്സര ഓട്ടത്തിൽ തന്നെയാണ് നിലവിൽ KC ഒരു പടി മുന്നിലാണ്. Meet the editors.